हमको बुलाना या रसूल अल्लाह, 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 हमको बुलाना या हबीब अल्लाह, हबीब तो अस्सलामु अलैकुम वरहमतुल्लाह। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन व आलिहि व स्वह्बिहि अज्मईन। अम्मा बअद फअऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अला बिज़िक्रिल्लाहि तत्मइन्नुल क़ुलूब। क़ाल अल्लाहु अज़्ज़ व जल्ल। उस्सल्ली स्वलातन तमलउल अर्ज़ वस्समाअ अला मन लहु वअलल उला मुतबव्वउ उक़ीमा मुक़ामन लम यक़ुम फ़ीहि मुरसलु व अमसत लहु हुज्बुल जलालि तुवत्तउ इलल अर्शि वल कुर्सी अहमद क़द्दना व नूरुहुमा मिन नूरिहि अतलअलउ बिजाहिक अदरिकनी इज़ा हुसिबल वरा फ़इन्नी अलैकुम ज़ालिकल यौम अहसबु بطيبة حتى الصالحون رحالهم وأصبحت عن تلك الأماكن أحجب. ഉമ്മത്ത് സയ്യിദന മുഹമ്മദ്. ബഹുമാനമുള്ള സയ്യിദ് അവറുകളെ, ആസി ഉസ്താദ്, വീരാൻകുട്ടി ഉസ്താദ്, സായിദി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, സഹോദരികൾ, അൽഹംദുലില്ലാഹ് എല്ലാ വർഷങ്ങളിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സദസ്സ് നമ്മുടെ സംഘടനകൾക്ക് നടത്താൻ അല്ലാഹു തൗഫീഖ് തന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. വളരെ മനസ്സിൽ കൊള്ളുന്ന രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനോട് ബന്ധപ്പെട്ട് വാസി ഉസ്താദ് സംസാരിച്ചു. ഇനി എനിക്ക് നിർബന്ധമായി ജാലിയത്തെത്തേണ്ടതുണ്ടായതുകൊണ്ട് ഞാൻ അല്പം പറഞ്ഞ് നിർത്തുകയാണ്. അല്ലാഹു തആല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്തു തരുമാറാകട്ടെ. സിയം വലിയുല്ലാഹിയുടെ പേരിലുള്ള ഈ വേദി അല്ലാഹു എല്ലാം കൊണ്ടും നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. സിയമിൻ്റെ പേരിൽ എന്തു തുടങ്ങിയാലും അത് പൂവിടാതിരിക്കുകയില്ല. അത് നാം അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടതൊക്കെ സിയം വലിയുല്ലാഹി തന്നെ നമുക്ക് ചെയ്തു തരും. വാസി ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ട പോലെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും അവരെ കയ്യിൽ വല്ലതും കിട്ടിയെങ്കിൽ അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഒന്നും ലഭിക്കുകയില്ല. ആദം നബിക്ക് ലഭിച്ചിട്ടില്ല, ശേഷമുള്ള ഒരു പ്രവാചകനും ലഭിച്ചിട്ടില്ല, ലോകത്താർക്കും ലഭിച്ചിട്ടില്ല, ലഭിക്കുകയുമില്ല. ഒരു അമല് ചെയ്യുമ്പോൾ അത് ഏതൊരു അമലായിരുന്നാലും അതിൽ അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയാൽ പോരാ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തവും കൂടെ നാം കരുതണം. സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് തുടങ്ങുന്ന ഹദീസ്. ആ ഹദീസ് തന്നെയാണ് അധിക മുഹദ്ദിസുകളും മറ്റു
ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാരും അവരുടെ കിതാബിൽ ആദ്യമായി കൊടുത്ത ഹദീസ്. ഇമാം നബവി പല സ്ഥലങ്ങളിലും അവരുടെ കിതാബിന്റെ തുടക്കത്തിൽ ആ ഹദീസ് കൊടുത്തിട്ടുണ്ട്. കുല്ലുദ്ദീൻ, ദീന് മുഴുവനും ആ ഹദീസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നിസ്ഫുദ്ദീൻ, തുലുസുദ്ദീൻ, ഇങ്ങനെ ദീനിന്റെ മൂന്നിലൊന്ന്, ദീനിന്റെ പകുതി എന്നല്ല, ദീൻ മുഴുവനും ആ ഹദീസ് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ജവാമിഉൽ കലിമിൽപ്പെട്ടതായി തർക്കമില്ലാത്ത ഹദീസാണ്. ലോകത്തെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടുന്ന ഹദീസാണ് ഈ ഹദീസ്. അതുകൊണ്ട് തന്നെ കൈഫ കാന ബദഉൽ വഹി എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ ഹദീസിൻ അവിടുത്തെ സഹീഹുൽ ബുഖാരി, വിശുദ്ധ ഖുർആനിന്റെ ശേഷം ഏറ്റവും സ്വീകാര്യമായ ആ ഗ്രന്ഥത്തിന്റെ ആദ്യ ഹദീസ് ഈ ഹദീസാണ്. ആ ഹദീസിൽ കാണാം, മൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാർ ഹിജ്റ പോവുകയാണ്. അവർക്ക് നിയ്യത്ത് നന്നാക്കാൻ വളരെ പ്രയാസം പിടിച്ച ഇബാദത്താണ് ഹിജ്റ. അത് ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായാൽ അതിന്റെ കൂലി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇഖ്ലാസ് നല്ലപോലെ ഉണ്ടാകാൻ വേണ്ടി സ്വഹാബിമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പല ഉപദേശങ്ങളും നടത്തിയതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, മൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി ഇലാ ദുനിയാ യുസീബുഹാ അബിംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഹദീസിലേക്ക് വിശദമായി കടന്നു ചെല്ലുന്നില്ല. മൻ കാനത് ഹിജ്റതുഹു, ഒരാളുടെ ഹിജ്റ, മുന്നിലുള്ളത് ഹിജ്റയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്തത്. അതിന്റെ മുമ്പ് ഇന്നമൽ അഅ്മാൽ ഹിജ്റ എന്നല്ല, ഏത് സൽക്കർമ്മമുണ്ടോ അത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന വിഷയം ഹിജ്റയായതുകൊണ്ട് ആ പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരാളുടെ സൽക്കർമ്മങ്ങൾ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിനും വേണ്ടിയാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അവന് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഏതൊരു അമൽ ചെയ്യുന്നത് കൊണ്ടും ഇലല്ലാഹി വറസൂലിഹി ആയിരിക്കണം. എങ്ങനെയാ അല്ലാഹുവിനും റസൂലിനും അല്ലാഹുവിന്റെ പൊരുത്തം? അഇമ്മത്തിന് വിശദീകരിച്ചത് അങ്ങനെ തന്നെയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തമില്ലാതെ അവന്റെ ഒരു അമൽ സ്വീകരിക്കപ്പെടുകയില്ല. തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല. നാം ചെയ്യുന്ന തെറ്റുകൾ ഒരുപക്ഷേ മറ്റു ജനങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. റസൂലുള്ളാഹി അറിയാതെ ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു അറിയാതെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല, റസൂലുള്ളാഹിനോടും കൂടെ തൗബ ചെയ്യണം. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ. കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ എന്റെ അബദ്ധത്തിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, നബിയെ തങ്ങളോടും തൗബ ചെയ്യുന്നു. ഇതാണ് സ്വഹാബിമാരുടെ സ്വഭാവം. അല്ലാഹുവിന്റെ റസൂലിനോട് നാം പൊറുക്കലിനെ ചോദിക്കണം. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് തങ്ങൾ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ തർത്തീബിൽ പറയുന്നു, മുസ്നദിലുള്ള ഹദീസുകൾ മുഴുവനും സ്വീകരിക്കാൻ പറ്റിയ ഹദീസാണ്. ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്നു മുസ്നദിൽ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലാ ഉബായുക ഹത്താ തഗ്ഫിറ ലീ മാ തഖദ്ദമ മിൻ ദംബി. നബിയെ, തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്നവനാണ് ഞാൻ. എനിക്ക് തങ്ങൾ ബൈഅത്ത് തരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നബിയെ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവനും തെറ്റുകളും തങ്ങൾ എനിക്ക് പൊറുത്തു തരണം നബിയേ. അള്ളാഹുവിന്റെ റസൂലിനോടാണ് ദോഷത്തിനെ തൊട്ട് പൊറുക്കലിനെ തേടുന്നത്. അള്ളാഹുവിനോട് ദോഷത്തിനെ തൊട്ട് പൊറുക്കലിനെ തേടണം, അള്ളാഹുവിന്റെ റസൂലിനോട് തേടണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളൊരു നന്മ ചെയ്താൽ ഞാനതറിയുന്നതാണ്, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ്. നിങ്ങളൊരു തിന്മ ചെയ്താൽ ഞാനതറിയും, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നുകൊണ്ടായിരിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ അരികിലാണെങ്കിൽ അവിടുന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും നാടുകളിലുമാണെങ്കിലും നബി തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അല്ലാഹുവിലേക്ക് മുന്നിടേണ്ടത്. വലൗ അന്നഹും ഇർലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തആല പറയുന്നു, ഇബ്നു കസീർ പറയുന്നു, ഇർശദു തആല അൽ ഉസാത വൽ മുദ്നിബീൻ, കുറ്റം വന്നുപോയ ആളുകളോട് അല്ലാഹു വഴികാട്ടുന്നത് നോക്കൂ. അവരെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും വന്നാൽ അവർ റസൂലുള്ളാഹിന്റെ അരികിൽ വരണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് മഹാനായ മഖ്ദൂം തങ്ങൾ അവിടുത്തെ വിഷമം നബി തങ്ങളോട് പൊന്നാനിയിൽ നിന്ന് കൈ കാണിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇർതകബതു അലൽ ഖതാ വൈറ ഹസിരി വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയേ, ഇർതകബതു അലൽ ഖതാ, ഞാൻ അബദ്ധങ്ങൾ എത്രയോ ചെയ്തു കൂട്ടിയവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുപോയ തെറ്റുകൾ, തന്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അറിയിക്കുക. റസൂലുള്ള ഇല്ലാതെ ആർക്കും വളരാൻ കഴിയില്ല. ഗ്രീക്ക് ചിന്താഗതികളിലേക്ക് കടന്നുപോയ കഴിഞ്ഞ കാലത്തും ഇക്കാലത്തൊക്കെയുള്ള പണ്ഡിതന്മാരുണ്ട്. ഗ്രീക്ക് ചിന്താഗതികൾ പഠിക്കാൻ അത് പണ്ഡിതന്മാർ നിർബന്ധിതരാണ്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളും സമർത്ഥിക്കുമ്പോൾ അതിന്റെ എതിരിൽ നീണ്ട കാലം പ്രവർത്തിച്ചതായ ഗ്രീക്ക് ചിന്താഗതിക്കാരെ ഖണ്ഡിക്കാതെ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ആശയങ്ങൾ പഠിക്കാൻ വേണ്ടി പള്ളി ദർസുകളിൽ അൽ ഹിദായ എന്ന ഗ്രന്ഥം ഓതുകയും ഓതിക്കൊടുക്കാറുമുണ്ട്. അതിന്റെ പണ്ഡിതന്മാരൊക്കെ വലിയ മഹാന്മാരാണ്. അല്ലാമ ഇബ്നു അസീറുൽ അബ്ഹരി, അല്ലാമ ഹുസൈനുൽ മൈബദി, അല്ലാമ സ്വദറ, ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. അവർ ദീനിന് സേവനമായി തന്നെയാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത്. ആ ഗ്രന്ഥങ്ങളൊക്കെ മഹാനായ റസൂൽ, ആ ഗ്രന്ഥങ്ങളിൽ ഗ്രീക്ക് ആശയങ്ങൾ പറയുമ്പോൾ ഒരു കാലത്ത് ഇബ്നു സീന എന്ന ലോകപ്രസിദ്ധ പണ്ഡിതനും ചിന്തകനുമായ തർക്കശാസ്ത്ര പണ്ഡിതനുമായ അല്ലാമ ഇബ്നു സീന വലിയ പണ്ഡിതനായിരുന്നു. വിശുദ്ധ ഖുർആൻ കാണാതെ അറിയുന്നവരാണ്. ഹദീസുകളിൽ വലിയ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എനിക്ക് തഫ്സീർ എഴുതിയവരാണ്. ആ ഇബ്നു സീനയുടെ തഫ്സീർ സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ഈ മൂന്നിന്റെ തഫ്സീറുകൾ വായിച്ചാൽ ആശ്ചര്യപ്പെട്ടു പോകും. ആർക്കാണ് ഇങ്ങനെ തഫ്സീർ എഴുതാൻ കഴിയുക? അത്രയും ഹഖായിഖിന്റെ ഇൽമിലേക്ക് ഇറങ്ങിക്കൊണ്ട് എഴുതിയ ആ തഫ്സീർ, അത്രയും കഴിവുള്ള ഇബ്നു സീന. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിദായത്തിന്റെ റൂട്ട്, നബി തങ്ങൾ കാണിച്ചു തന്ന ഹിദായത്തിന്റെ റൂട്ട്, ആ റൂട്ട് മറന്ന് ഇബ്നു സീന തത്വചിന്തകന്മാരുടെ പ്ലാറ്റോവിന്റെയും അതുപോലെ തന്നെ സോക്രട്ടീസിന്റെയും അതുപോലെ തന്നെ അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ ചിന്താഗതികളിലൂടെ അതാ സമൂഹത്തിനെ നയിക്കാൻ തുടങ്ങി. പണ്ഡിതന്മാർ ശാസ്ത്രത്തിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നത് മുസ്തഫ നബി പൊരുത്തപ്പെടുകയില്ല. ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്നാണ് തോറ്റുപോകുമ്പോൾ പറയാറുള്ളത്, മാറ്റി പറയുമ്പോൾ പറയാറുള്ളത്. ഇസ്ലാം മാറ്റി പറയേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഗുണമില്ല. അതിരിക്കട്ടെ, അല്ലാമ ഇബ്നു സീന നീണ്ടകാലം അതിന് പ്രവർത്തിച്ചു. കുടുംബ സമൂഹ ജീവിതം, ഈ മൂന്ന് രംഗങ്ങളാണല്ലോ ഒരു മുസ്ലിം അദബിൽ ജീവിക്കേണ്ടത്. റബ്ബിന്റെ മുമ്പിൽ വ്യക്തിപരമായി എങ്ങനെ ജീവിക്കണം, റബ്ബിന്റെ മുമ്പിൽ കുടുംബത്തോടുകൂടെ എങ്ങനെ ജീവിക്കണം, റബ്ബിന്റെ മുമ്പിൽ സമൂഹത്തോടുകൂടെ എങ്ങനെ ജീവിക്കണം, ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ കർമ്മപരമായ വിഷയങ്ങൾ മുഴുവനും. അതാണ് ഇൽമുൽ ഫിഖ് എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ സമൂഹത്തെ ബുദ്ധിയിലൂടെ കൊണ്ടുപോകാൻ പരിശ്രമിച്ചു. ഇസ്ലാമിന്റെ റൂട്ടിലൂടെ കൊണ്ടുപോകാതെ ബുദ്ധിയിലൂടെ കൊണ്ടുപോകാൻ പരിശ്രമിച്ച വ്യക്തിയാണ് അല്ലാമ ഇബ്നു സീന. അയാള് നീണ്ടകാലം അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു ബറക്കത്ത് അയാളിൽ കിട്ടിയത് കൊണ്ട്, എന്തോ ഒരു നന്മ, റസൂലുള്ളാഹിന്റെ മദ്ഹുകളൊക്കെ അയാൾ പറയാറുണ്ട്. അതുകൊണ്ടോ മറ്റോ ആയിരിക്കണം അയാളുടെ ലാസ്റ്റിൽ അയാൾക്ക് തൗബ ലഭിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഖല്ലിഖാൻ തന്റെ വഫയാത്തുൽ അയാനിൽ പറയുന്നു, അയാൾ ലാസ്റ്റിൽ തൗബ ചെയ്തു. ദിവസേന അല്ലെങ്കിൽ ഒരാഴ്ചയിലൊക്കെ ഒരു ഖത്മ് പൂർത്തിയാക്കി ഓതുകയും തൗബ ചെയ്ത് അയാൾ 2 ആഴ്ചയോളം അമൽ ചെയ്ത് മരിച്ചുപോയി. അതിരിക്കട്ടെ, ഇബ്നു സീനായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇബ്നു സീനയെ സംബന്ധിച്ച്
അല്ലാമ ജാമി പറയുന്നതായി കാണാം. അന്നിബ്രാസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, മറ്റു പല കിതാബുകളിലും കാണാം. അല്ലാഹുവിന്റെ റസൂലിന് സ്വപ്ന ദർശനമുണ്ടായി. നബി തങ്ങളോട് ചോദിക്കുന്നു, മാദാ തഖൂലു ഫി ഇബ്നു സീന, ഇബ്നു സീനയെ സംബന്ധിച്ച് തങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നബിയേ? ജനങ്ങളെ തത്വചിന്തകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അയിമ്മത്തിന്റെ രേഖകളുടെയും ഉള്ളിലൂടെയല്ലാതെ ചിന്തയിലൂടെ സമൂഹത്തെ കർമ്മപരമായി നയിച്ചതായ ഇബ്നു സീനയെ പറ്റി എന്ത് പറയാനുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഞാനില്ലാതെ അല്ലാഹുവിലേക്ക് എത്താൻ ഇബ്നു സീന പരിശ്രമിച്ചു. ഫകബ്ബഹുല്ലാഹു ഫിന്നാർ, അതുകൊണ്ട് നരകത്തിൽ കടക്കുന്ന, മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്ന പ്രവർത്തനത്തിലേക്ക് അയാൾ അല്ലാഹു വഴിയൊരുക്കി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലില്ലാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് എത്താൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടാൽ ഒന്നും നമുക്ക് കിട്ടാനില്ല. സ്വഹാബിമാര് മുഴുവനും ഈ ജീവിതക്കാരാണ്. താബീങ്ങളും സാലിഹീങ്ങളും മുഴുവനും ഈ സ്വഭാവക്കാരാണ്. ലോകത്ത് ഗ്രന്ഥം രചിച്ച പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ അവര് മുഴുവനും റസൂലുള്ളാഹിന്റെ മദദ് ലഭിച്ചവരാണ്. അബ്ദുൽ ഖാദിർ ജീലാനി, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി, അതാ ബഗ്ദാദിലെ ജുമുഅത്ത് പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വാള് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അറബിയല്ല ജീലാനി തങ്ങൾ, ഫാർസി ഭാഷക്കാരനാണ് ജീലാനി തങ്ങൾ. അറബി പഠിച്ചെടുത്തവരാണ്, പക്ഷേ നല്ലവണ്ണം അറബി പഠിച്ചിട്ടുണ്ട്. നിമിഷക്കവിയായിരുന്നു. എത്രയോ കവിതകൾ അവിടുന്ന് അതാ നൈമിഷികമായി ചൊല്ലിയ കവിതകൾ. തന്റെ ഐനിയ, തന്റെ ലാമിയ, തന്റെ തായിയ, മറ്റു പല കവിതകളും കാണാം. വലിയ പണ്ഡിതനാണ്. പക്ഷേ ഈ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും അറബിയല്ലല്ലോ, അനറബിയായ ഞാൻ പ്രസംഗിക്കുകയോ ഞാൻ വാളു പറയുകയോ എന്ന നിലക്ക് മഹാനായ ജീലാനി തങ്ങൾ ഇർത്തിജാജ് പിടിപെട്ട് അതാ വിറയിൽ പിടിപെട്ടുകൊണ്ട് റൂമിലിരിക്കുകയാണ്. ആളുകൾ അതാ ലക്ഷക്കണക്കിന് ആളുകൾ തന്റെ പള്ളിയിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മോനെ നീ ഈ സമൂഹത്തോട് വാള് പറയാത്തത്? കൈഫ അതകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദ്, ഞാൻ എങ്ങനെയാണ് ഇവിടുള്ള സാഹിത്യവാന്മാർ ഒരുമിച്ച് കൂടി സദസ്സിൽ വാള് പറയുക? ഞാനൊരു അജമിയല്ലേ നബിയേ? റസൂലുള്ളാഹി പറയുന്നു, ഇഫ്തഹ്, നിന്റെ വാ തുറക്കുക. വാ തുറന്നു കൊടുത്തു. ആ വായിലേക്ക് റസൂലുള്ളാഹി തുപ്പിക്കൊടുത്തു. ആ തുപ്പിയതോടുകൂടെ അവിടുന്ന് അന്ന് പ്രസംഗിച്ച വരികൾ അയിമ്മത്തവരെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു വരിക്കുമായന പറയാൻ വരെ വളരെ പ്രയാസമായിരിക്കും. ആ രൂപത്തിൽ സാഹിത്യം നിറഞ്ഞതായ, ലോകം മുഴുവനും ഒതുക്കിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഹഖായിഖിന്റെ ഇൽമുകൾ അമർത്തി വെച്ചുകൊണ്ടുള്ളതായ ആ വാക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമുനീരിന്റെ ബറക്കത്ത് കൊണ്ട് ജീലാനി തങ്ങൾക്ക് ലഭിച്ചു. ഇത് ബഹ്ജത്തുൽ അസ്റാറിൽ, ഖലായിദുൽ ജവാഹിറിലൊക്കെ കാണാം. കിട്ടിയവർക്കൊക്കെ കിട്ടിയത് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്കറിയില്ലേ, പള്ളി ദുർസിൽ അറിയപ്പെട്ട ഗ്രന്ഥമാണ് തഹ്ദീബ്. വലിയ തർക്കശാസ്ത്ര രംഗത്ത് പള്ളി ദുർസുകളിൽ ആധികാരികമായി ഓതുന്ന കിതാബാണ്. അതിന്റെ വിശദീകരണങ്ങൾ ശർഹ് തഹ്ദീബ് അല്ലാമ യദ്ദി സാഹിബ് എഴുതിയ വിശദീകരണത്തോടുകൂടെ പള്ളി ദർസിൽ ഓതാറുണ്ട്. അത്ര നല്ലൊരു തർക്കശാസ്ത്ര ഗ്രന്ഥം കാണുമെന്ന് തോന്നുന്നില്ല. എന്നാൽ വളരെ പ്രയാസപ്പെട്ടതാണ് ആ കിതാബ്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഇൽമുൽ കലാമിലെ പണ്ഡിതന്മാർ വളരെ പ്രയാസപ്പെടുന്ന മറ്റൊരു കിതാബാണ് മഖാസിദ്, ശറഹുൽ മഖാസിദ്. ഈ രണ്ട് കിതാബ്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ ഗ്രന്ഥങ്ങളിൽ അത്തൽവീഹ് എന്ന് പറയുന്ന ശർഹ് തൗളീഹ്, ഇത് പ്രസിദ്ധമായ കിതാബാണ്. അതുപോലെ തന്നെ സാഹിത്യരംഗം, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യം പഠിക്കാൻ ഒരു പണ്ഡിതൻ നിർബന്ധമായി ഓതുന്നതും ഓതിക്കൊടുക്കുന്നതും ഓതിക്കൊണ്ടിരിക്കുന്നതുമായ ലോകപ്രസിദ്ധ ഗ്രന്ഥമാണ് മുഖ്തസർ. അതുപോലെ തന്നെ അൽ മുതവ്വൽ. ഈ പറഞ്ഞ കിതാബുകൾ ഒക്കെ വളരെ പ്രയാസം പിടിച്ച കിതാബുകളാണ്, ശ്രദ്ധിച്ച് പഠിക്കേണ്ട കിതാബുകളാണ്. ഇത് എഴുതിയ പണ്ഡിതൻ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളാണ്. സൂഫിയ, ആശിഖുർ റസൂല, വലിയ മഹാനാണ്. വഫാത്തായ ശേഷം മറവി ചെയ്ത് 6 മാസം കഴിഞ്ഞ ശേഷം അല്ലാമ യൂസുഫ് അൽ മഗ്രിബി തന്റെ ഹാഷിയത്തുൽ ഖുതുബിയിൽ പറയുന്നു,
അവിടുന്ന് ആ ഖബർ മാന്തി നാട്ടിലേക്ക് ആ ജനാസ കൊണ്ടുപോയി. ശരീരത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, ജാട നടക്കുകയില്ല ഖബറിലൊന്നും. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ വലിയ സ്ഥാനത്തെത്തിയവരാണ് സഅദുദ്ദീൻ തങ്ങൾ. ചെറുപ്പകാലത്ത് സാമർഥ്യമില്ല എന്ന് മാത്രമല്ല, മണ്ടനാണെന്ന് കൂട്ടുകാര് പറഞ്ഞിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ബുദ്ധി വികസിക്കുകയും തന്റെ സാമർഥ്യത്തിൽ തന്നെ തനിക്ക് സാമർഥ്യം ലഭിച്ചതും ഇങ്ങനെയാണ്. മഹാനായ ഇബ്നു മാദിൽ ഹംബലി തങ്ങൾ തന്റെ ഷദറാത്തുൽ ദഹബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു, സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പള്ളി ദർസിൽ ഓതുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ മണ്ടൻ എന്ന് വിളിക്കും. ഉസ്താദ് മണ്ടത്തരത്തിന് ഉദാഹരണം പറയാറുള്ളത് ഈ കുട്ടിയെയാണ്. പക്ഷേ വളരെ താഴ്മയുള്ള മനസ്സ്, അല്ലാഹുവിന്റെ റസൂലിനോടും മഹാന്മാരോടും വലിയ ബഹുമാനമുള്ള മനസ്സ്. മഹാനവറുകൾ ശറഹുൽ മവാഖിഫിൽ പറഞ്ഞു, ബിദ്അത്തുകാരന് ഒരിക്കലും തന്നെ ഗുണമായി ദുആ ചെയ്തുകൂടാ, ബിദ്അത്തുകാരന് ഗുണമായി ദുആ ചെയ്തുകൂടാ. വലൂ ഖീല ബിദ്ദുആഇ അലൈഹിം ലകാന ലഹു വജ്ഹ്. അവർക്ക് എതിരിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അവർക്ക് കേടായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനായിരിക്കും ന്യായമുണ്ടാവുക. ഇങ്ങനെ ബിദ്അത്തിന്റെ എതിരിലുള്ള കൊടുങ്കാറ്റായിരുന്നു സഅദ് തങ്ങൾ. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് ഖൽബിലുണ്ടായാൽ ബിദ്അത്തുകാരനോട് സ്നേഹം വരികയില്ല. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് എത്ര കുറവുണ്ടോ അത്രയും ബിദ്അത്തുകാരനോട് അതാ സ്നേഹം വന്നുകൊണ്ടിരിക്കും. മഹാനായ സഅദ് തങ്ങൾ മണ്ടനാണെന്ന് കുട്ടികൾ പറയുന്നു. പഠിക്കാൻ എപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, താഴ്മയുള്ള വിദ്യാർത്ഥിയാണ്, ആളുകളോടും മറ്റു മുതഅല്ലിമീങ്ങളോടും വലിയ താഴ്മയുള്ള വിദ്യാർത്ഥിയാണ്. അവരാണ് ഈ ലോകത്ത് ഉയർന്നു വരിക. മുതഅല്ലിമീങ്ങളായ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ സഅദ് തങ്ങൾ അളുദ് തങ്ങളുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷദറാത്തുൽ ദഹബിൽ കാണാം എല്ലാ കുട്ടികളും അതാ അസറിന്റെ ശേഷം അല്ലെങ്കിൽ അതുപോലൊരു ടൈമിൽ പുറത്തു പോയിരിക്കുന്നു. അവർക്ക് ഒഴിവ് ടൈമാണ്, പഠിക്കാൻ ഉസ്താദ് അവർക്ക് പുറത്തിറങ്ങാൻ സമ്മതം കൊടുക്കുന്ന ടൈമാണ്, ലാത്താൻ പോകുന്ന ടൈമാണ്. ആ ടൈമിൽ എല്ലാവരും പോയിട്ടുണ്ട്, പക്ഷേ സഅദ് പോയിട്ടില്ല. സഅദ് കിതാബ് പഠിക്കുകയാണ്. ഒരാൾ വന്നുകൊണ്ട്, അപരിചിതനായ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ സഅദ് അതായത് നബി തങ്ങൾ നിന്നെ വിളിക്കുന്നു സഅദേ. നബി തങ്ങൾ വിളിക്കാൻ ഒരു സാധ്യതയും ബാഹ്യത്തിലില്ല. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി 700 വർഷം കഴിഞ്ഞ് ജനിച്ചതായ സഅദ് തങ്ങളെ നബി തങ്ങൾ വിളിക്കുകയോ, സഅദ് തങ്ങൾ അതിനെ ഒരിക്കലും പരിഗണിച്ചില്ല. അയാൾ തിരിച്ചുപോയി. വീണ്ടും വരുന്നു, റസൂലുള്ളാഹി തങ്ങൾ നിന്നെ വിളിക്കുന്നു സഅദേ. മണ്ടനായ വിദ്യാർത്ഥി എന്ന് കുട്ടികൾ ഉദാഹരണം പറയുന്ന സഅദ് തങ്ങൾ വീണ്ടും പറയുന്നു, ഞാനില്ല, നീ പുറത്തു പോരുന്നില്ലേ, നിന്നെ നബി വിളിക്കുന്നു. പുറത്തില്ല, ഞാൻ പുറത്തു പോരാനില്ല. ഞാൻ ഓതി പഠിച്ചിട്ട് തന്നെ എനിക്ക് കിതാബ് വല്ല പോലെ മനസ്സിലാകുന്നില്ല, വിഷയങ്ങൾ മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ കളിക്കാൻ പോകാൻ ഞാനില്ല. മൂന്നാമത്തെ പ്രാവശ്യം വന്ന് എന്നെ റസൂലുള്ള വിളിക്കുന്നു എന്നങ്ങ് പറയുമ്പോൾ തന്നെ മനസ്സങ്ങ് ഉണർന്നു പോകുന്നു. തുണി തന്നെ ശരിക്കുടുക്കാൻ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് ഹൃദയത്തിലുള്ളവൻ അങ്ങനെയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ കൊണ്ടോട്ടിയിൽ വന്നിട്ടുണ്ടെന്നെങ്ങാനും നമ്മൾ കേട്ടാൽ അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, സഹോദരന്മാരെ, എന്റെ വാള് കേൾക്കാൻ നിങ്ങളുണ്ടോ? നിങ്ങളോട് വാള് പറയാൻ ഞാനുണ്ടോ? ഈ ഇരിക്കുന്ന ഉസ്താദുമാർ ഓടാത്തവരല്ലേ? ഇവര് മുഴുവൻ സദാ പരിസരം മറന്നോടുകയില്ലേ? നമ്മളൊക്കെ റസൂലുള്ളാഹിനെ അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്? ആ മുഖം ഒന്ന് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? അല്ലാഹു ഉറക്കത്തിലെങ്കിലും കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെടുക എന്നത് വലിയ അനുഗ്രഹമാണ്. എത്രയെത്ര സ്വാലിഹീങ്ങൾ, എത്രയെത്ര ഔലിയാക്കൾക്കാണ് അല്ലാഹു തആല അനുഗ്രഹം നൽകിയത്. സഹോദരന്മാരെ, നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അവിടുന്ന് ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല, ഒരിക്കലും നമ്മെ അകറ്റി നിർത്തുകയില്ല. വലിയ സ്നേഹമുള്ളവരാണ്. വബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈമാൻ ഉണ്ടാവുക എന്ന ഒറ്റ നിബന്ധനയുള്ളൂ അവിടുത്തെ റഹ്ഫത്തിനും റഹ്മത്തിനും കാരണമായെന്ന് വിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മോശമുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ വെറുപ്പിന് കാരണമാകും. പക്ഷേ അവിടെ നമ്മളെ തള്ളിക്കളയുകയില്ല, അവിടെ നമ്മെ പാടെ ഒഴിച്ചു കളയുകയില്ല. ഈമാനുള്ളവരോട് സ്നേഹമാണ്. വിഷമിക്കുന്നത് കണ്ടാൽ പരിഹാരത്തിന് റസൂലുള്ള മുമ്പിലാണ് എന്ന് സ്വഹാബത്തിന്റെ
കാലത്ത് മാത്രമാണോ? ജീവിതകാലത്ത് മാത്രമാണോ? അല്ല, ജീവിതത്തിന്റെ ശേഷവും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും സ്വഹാബത്തിന്റെ കാലത്തും താബീങ്ങളുടെ കാലത്തും താബീങ്ങളുടെ കാലത്തും എല്ലാ കാലത്തും വിഷമങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന നബിയാണ്. മദീനയിൽ പോയവർക്കറിയാം, എന്ത് പ്രയാസമുണ്ടെങ്കിലും നബി തങ്ങളോട് അങ്ങ് പറഞ്ഞാൽ അതിന് ഫലമുണ്ടായിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നബി തങ്ങളോട് പറഞ്ഞാൽ ഫലം ഉണ്ടാവും. ഞാനൊരാളോട് പറഞ്ഞു, മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സങ്കടം പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാകും. അതിനൊരു സംഭവം അയാളോട് പറഞ്ഞു. ഞാൻ മദീനയിലെത്തുകയാണ്, എന്റെ കൂടെ കാര്യമായിട്ട് ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ വളരെ ചുരുങ്ങിയ കാശ് എന്റെ കയ്യിലുള്ളൂ. റസൂലുള്ളാഹി തങ്ങളെ എന്തെങ്കിലുമൊക്കെ മദത് ചെയ്യുമെന്നുള്ള ഉറപ്പിൽ അവിടെ എത്തിയതാണ്. വെറും 60 റിയാലറ്റിന്റെ കയ്യിലുള്ളൂ. ഒരു വഴിയുമില്ല എന്റെ കയ്യിൽ. മദീനയിലെത്തിയ ഒരു റൂം എടുക്കുമ്പോൾ ആ റൂമിന് ബെഡിന് 10 രൂപയും നോമ്പ് തുറക്കാൻ അത്താഴത്തിനും കൂടെ 15 രൂപയുമായി 25 രൂപയാണ് ഒരു ദിവസത്തിന്. ഏറ്റവും ചെറിയ രൂപമാണ്. 4 ദിവസം മദീനയിൽ നിൽക്കാൻ ഉദ്ദേശിച്ച് എനിക്ക് ഒരിക്കലും എന്റെ കാശ് അതിനെ മതിയാവുകയില്ല. ആരും പരിചയക്കാർ അന്ന് മദീനയിലില്ല. റൂം എടുക്കാൻ പറ്റൂല, കാശില്ല. തിരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരാൻ 60 രൂപ വേണം ടിക്കറ്റിന്, അതും കയ്യിലില്ല. ആരോടും പറഞ്ഞതുമില്ല. എനിക്കുറപ്പാണ് മദീനയിലേക്ക് നാം ഒരുങ്ങിയതോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കാണും, റസൂലുള്ളാഹി ഇതിന് പരിഹാരം ചെയ്യും. ഈ ഉറപ്പിൽ ഞാൻ മദീനയിൽ ചെന്നിറങ്ങി. കാസർകോട്ടുകാരൻ അബ്ദുൽ അസീസ് ഹാജിയുടെ ഫന്തക്കിൽ ഇങ്ങനെ ഒരു റൂം, ഞാൻ ആ ഒരു ബെഡ് ഞാൻ ബുക്ക് ചെയ്തു, ഭക്ഷണവും ബുക്ക് ചെയ്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യാൻ ആദ്യം സിയാറത്ത് ചെയ്യാൻ വരികയാണ്. എന്റെ കയ്യിൽ കാശില്ല. ഞാൻ ഈ റൂം എടുത്തിട്ട് എങ്ങനെ കാശ് കൊടുക്കും എനിക്കറിയില്ല. റസൂലുള്ള തരുന്നു ഞാൻ അങ്ങ് തീരുമാനിച്ചു. നമ്മുടെ മനസ്സിൽ വേദനയുണ്ടോ? റസൂലുള്ളാഹിനെക്കുള്ള നമ്മൾ ചിന്തിച്ചോ? ഫലമുണ്ടായിരിക്കും. എവിടെന്നും എപ്പോഴും ഉണ്ടായിരിക്കും. അതങ്ങനെ ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് എത്തിയിട്ടില്ല, സിയാറത്ത് ചെയ്തിട്ടില്ല. ആ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം അസർ അവർ 5-5:30 മണിയായിട്ടുണ്ട്. നിസ്കരിച്ചിട്ടില്ല. കുളിച്ച് ഡ്രസ്സ് ധരിച്ച് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുമ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് സ്വാലിഹ്യങ്ങൾ സിയാറത്തിന് പോകാറുള്ള. ആ രൂപത്തിൽ നമ്മളും ചെയ്തു. അവിടെ എത്തുമ്പോൾ മദീന പള്ളിയുടെ മുറ്റത്തെത്തുമ്പോൾ ആ ടൈമില് വാതില് അങ്ങ് കയറിയിട്ടില്ല. അപ്പോൾ എന്നെ വിളിക്കുന്നു, പകര എന്ന് എന്നെ ആളുകൾ വിളിക്കാറുണ്ട് പലരും. പകരേ എന്നിങ്ങനെ വിളിക്കുന്നു. അപ്പൊ ഒരു മലയാള സ്വരമായതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ വാസ്തവത്തിൽ സഹോദരന്മാരെ, എനിക്ക് മുമ്പ് ഞാൻ ഓതുന്ന കാലത്ത് എന്റെ പള്ളിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹമാണ് ഈ വിളിക്കുന്നത്. റബ്ബേ, എന്താ? ഇദ്ദേഹം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്നാ നിങ്ങൾ എത്തിയത്? ഞാൻ 2-3 ദിവസമായി, ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. മുപ്പര് പറയാം, നിങ്ങൾ എന്നെ എത്തിയത്? ഞാൻ ഇപ്പം വരികയാണ്, ഞാൻ തങ്ങളെ സിയാറത്ത് ചെയ്തിട്ടും കൂടിയില്ല. അൽഹംദുലില്ലാ, നമ്മൾ കാണാൻ പറ്റിയല്ലോ. വളരെ സന്തോഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ദ്വാരന്ന് പോകുമ്പോ നിർബന്ധിച്ച് ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉദിക്കാത്തൊരു വിഷയം 150 റിയാലാണ് അയാൾ എന്റെ പോക്കറ്റിൽ ഇട്ട് പോയത്. സഹോദരന്മാരെ, എങ്ങനെയാണ് ആ ടൈമിൽ അയാളുമായി കണ്ടുമുട്ടിയത്? അല്ലാഹുവിന്റെ റസൂലാണ് വഴിയൊരുക്കിയത്. 150 റിയാൽ എനിക്ക് മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോരാനും പിന്നെ എന്റെ റൂമിനും ഒക്കെ ഉണ്ട്. 60 റിയാൽ എന്റെ കയ്യിലുണ്ടല്ലോ, ബാക്കിയാണ്. അല്ലാഹുവിന്റെ റസൂൽ മനസ്സ് വേദനിച്ചാൽ ഉടനെ ഫലം ചെയ്യും. ഇത് 1, 2, 10 സംഭവം ഒന്നല്ല ഇതിലുള്ളത്. ഈ സംഭവം ഒരു വയസ്സനായ ആളോട്, ഞാൻ ബാദിഷാ ഗ്രൂപ്പിൽ വന്ന ഒരാളോട് ഞാൻ പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, ഉസ്താദേ, അല്ലാഹുവിന്റെ റസൂൽ എന്തും ചെയ്യും. ഞാൻ ഹജ്ജിന് വന്നിട്ട് എനിക്ക് നടക്കാൻ കഴിയില്ല, ഒരു വീൽ ചെയർ വേണം. ഞാൻ ആ ചെയറിന് വേണ്ടി വിഷമിച്ച്, ആ ഉന്തുവണ്ടിക്ക് വേണ്ടി വിഷമിച്ച് മദീന പള്ളിയിലെ ഒരു ഉന്തുവണ്ടി എനിക്ക് അവർ തന്നു. തൽക്കാലം റൂമുക്ക് പോകാനും പള്ളിക്ക് വരാനൊക്കെ ഉണ്ടാൻ ഒരാളുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് ഹജ്ജിന് പോവുകയാണ്. നേരെ നേരെ മിനയിലേക്കാണ് പോകുന്നത്. മക്കത്ത് പോയിട്ടല്ല പോകുന്നത്. എന്റെ കയ്യിൽ ഉന്തുവണ്ടിയില്ല. മദീന പള്ളിയിലെ മൗഖൂഫായ വണ്ടി അവിടെ തന്നെ ഏൽപ്പിക്കുകയും വേണം. പേടിച്ചില്ലേ, ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ കാശുമില്ല. അദ്ദേഹം എന്നോട് പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഈ ഉന്തുവണ്ടിയുമായി എന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ എന്നെ ഇരുത്തി. ഞാൻ നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഉന്തുവണ്ടി വേണം,
എന്റെ കയ്യിൽ ഉന്തുവണ്ടിയില്ല, അതുകൊണ്ട് തങ്ങളുടെ പള്ളിയിലെ ഉന്തുവണ്ടി ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഇയാൾ പോയി. അത് കൊണ്ടാൻ പാടില്ല, അങ്ങനെ പറയാനും പാടില്ല. നമ്മൾ ഉസ്താദുമാരെ കബറിങ്ങ പോയിട്ട് ഉസ്താദ് നിങ്ങളെ പള്ളിക്കത്തെ വാച്ച് എടുത്തുകൊണ്ട് കണ്ടാറിനോണ്ട് അത് സമ്മതാവില്ല. ഇയാൾക്ക് അറിയില്ല, ഇയാള് റസൂലുള്ളാഹിനെ സംഭവം ചോദിച്ചതാ, പോയിട്ട് ഇയാളിനോട് പറഞ്ഞതാ. അതുകൊണ്ട് ഞാൻ പള്ളിക്കത്തെ ഉന്തുവണ്ടി കൊണ്ടുപോകാൻ കേട്ടോ നബിയെ. അപ്പൊ നബി വേണ്ടാന്ന് പറയും, പറഞ്ഞുണ്ടായൊന്നുമില്ല. എങ്കിലും സാധാരണയിൽ നമ്മളോടൊന്നും പറയാറില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മസാല എതിരാ, ഇയാൾ ചെയ്തത് തെറ്റാ. പക്ഷെ ഇയാൾ അറിവ് കമ്മി കൊണ്ടാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. മദീനയിൽ എത്തുന്നവരെ മുഴുവനും റസൂലുള്ളാഹി അറിയും, മുഴുവൻ ആളുകളെയും സ്വീകരിക്കും. പലരുടെയും അരികിൽ ഉറക്കത്തിൽ വരും, സന്തോഷം പറയും. അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നുമുള്ള അനുഭവമാണ്. നമ്മൾ തയ്യാറല്ല എന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹം പറയുന്നു, ഞാനതും പറഞ്ഞിട്ട് ആ ഉന്തുവണ്ടിന്റെ കൂട്ടുകാരനെ ഉന്തി മദീന പള്ളിയുടെ ബൗണ്ടറി അങ്ങ് കയറുകയാണ്. കയറുന്ന മുമ്പ് പോലീസ് ഒന്ന് പിടിച്ചു. കാരണം അത് മൗഖൂഫുൽ മസ്ജിദ് നബവീനെ എഴുതിയിട്ടുണ്ട്, പിടിക്കൂലേ, പുറത്ത് കയറാൻ പറ്റില്ല. പിടിച്ച് എവിടുക്കാണത് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇറങ്ങണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, അർഫി പോണ്ടേ, വണ്ടി വരെ ഇത് വേണ്ടേ, പെട്ടെന്ന് അതിനടുത്തൊന്നും വണ്ടി വരൂല, വണ്ടി വേണ്ടേ, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണ്ടേ, നടക്കാൻ കഴിയില്ല, 2 കാലം ഉണ്ടായാലും നടക്കാൻ കഴിയില്ല. അയാൾ എന്നോട് പറയുന്നു, ഹജ്ജ് കഴിഞ്ഞ ശേഷം പറഞ്ഞതാ, ഞാന് സങ്കടത്തിലായി, ഈ പോലീസ് എന്നെ പിടികൂടി, ഒരു മുത്തവ്വിയുണ്ട്, ഹറാം മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു, ഞാൻ എങ്ങനെ പോകും? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചിന്തിച്ചിരിക്കുക. അപ്പോഴാണ് മറ്റൊരു പോലീസ് ഈ വിഷയങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന, അയാളുടെ സ്റ്റേജ് ഏതാന്ന് എനിക്കറിയില്ല, മൊത്തം അത്രയും കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി, ഒരു പോലീസ് അവിടെ പെട്ടെന്ന് എത്തുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പെട്ടെന്ന് എത്തുകയാണ്. അയാൾ വിഷയം ചോദിച്ചപ്പോ പറഞ്ഞു, ഇയാള് ആജിസാണ്, ഇയാൾ തഅബാനാണ്, ഇയാൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അയാൾ ഉടനെ തന്നെ മറ്റൊരുത്തനെ വിളിച്ച് ഉടനെ അയാൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്, ഒരു വണ്ടി ഇയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. പള്ളിയിലേതല്ല, പുതിയൊരു വണ്ടി അവിടെ പൊതു സ്വത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന വേദിയിൽ നിന്ന് ഒരു വണ്ടി ഉടനെ തന്നെ പാസ്സാക്കുകയും ആ വണ്ടിയിൽ കയറിയാണ് ഞാൻ ഹജ്ജിന് പോയത് ഉസ്താദേ, റസൂലുള്ളാഹിനോട് വണ്ടി ചോദിച്ചത് കൊണ്ട് കിട്ടിയതാ. എത്ര ആളുകളാണ്, ഏതെങ്കിലും കാലത്ത് നടന്ന സംഭവമൊന്നുമല്ല. നാം അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്താൽ റസൂലുള്ളാഹി ചെയ്യും, എന്ത് വിഷമിച്ചവനും പരിഹാരം റസൂലുള്ളാഹി ചെയ്യും. മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ പോയ സംഭവം ഹിസ്ബുൽ ഇസ്തിഗാഥാത്ത് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ നാട്ടുകാരനാണ് മുഹമ്മദ് ഇബ്നു മുൻകദിർ. സഹീഹുൽ ബുഖാരിയിൽ 30-ലേറെ പ്രാവശ്യം വന്നവർ, സഹീഹ് മുസ്ലിമിൽ 30-ലേറെ പ്രാവശ്യം വന്നവർ. സഹീഹുൽ ബുഖാരിയിൽ ഒരു വ്യക്തി വന്നാൽ ആ വ്യക്തി തള്ളപ്പെടുന്ന വ്യക്തിയല്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുൻകദിറിനെ അംഗീകരിക്കാത്ത ആളുകളില്ല. താബിഈങ്ങളിൽപ്പെട്ട മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ വലിയ പണ്ഡിതനാണ്, മദീനക്കാരനാണ്. അവിടുത്തെ മകൻ പറയുന്നു, എന്റെ ഉപ്പക്കുണ്ടായൊരു അനുഭവം, എന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നബിയുടെ അദബനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്റെ ഉപ്പയുടെ കയ്യിൽ യമൻകാരനായ ഒരു സഹോദരൻ അതാ 80 ദീനാർ കൊണ്ടുവന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങളുടെ കയ്യിൽ അമാനത്താണ്, ഇത് നിങ്ങൾ വെക്കുക, എനിക്ക് വരുമ്പോൾ തന്നാൽ മതി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്, 3-4 മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അയാൾ പിരിയുകയുണ്ടായി. മദീന നാടിൽ വലിയൊരു വിഷമം വന്നു, ഒരു ദാരിദ്ര്യം വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം സംഭവിച്ചാൽ ആ നാട്ടിലെ പണക്കാരെ റസൂലുള്ളാഹി തങ്ങൾ വെറുക്കുന്നതാണ്. അത് കോളനി റോഡായാലും തിരക്കടില്ല, ഏത് നാടായാലും തിരക്കടില്ല. ഈ ഉമ്മത്തിന് ഒരു പാവപ്പെട്ടവന്റെ മകളെ കെട്ടിക്കാനുണ്ട്, ഒരു പാവപ്പെട്ടവന് വീടില്ല, വിഷമിക്കുന്നുണ്ടെങ്കിൽ പണക്കാരെ നിങ്ങൾ അതിനെയൊന്നും ചെയ്തില്ലെങ്കിൽ, വേണ്ടതൊക്കെ നിങ്ങൾ ഒരുങ്ങി ചെയ്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നിങ്ങൾക്കില്ല. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനിദ്ദഅ മുഹബ്ബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മുഹബ്ബത്തുൻ നബി വാദിച്ചു നബിയുടെ സ്നേഹമുണ്ടെന്ന് പറയുന്നു, പക്ഷെ പാവങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഫഹുവ കദ്ദാബ്, അവൻ കള്ളനാണ്, അവന് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല. ഫഖീറന്മാരെ
ഉദ്ഊനി ഇബ്ഗൂനി സഅലീകുൽ അൻസാർ. അൻസാറുകളിൽ പാവപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലായിരിക്കണം നിങ്ങൾ എന്നെ തേടേണ്ടത്. പാവങ്ങളിലൂടെ പാവങ്ങൾക്ക് സേവനം ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരുടെ കുട്ടികളെ കല്യാണം ചെയ്തയക്കാൻ, അവർക്ക് വീടെടുക്കാൻ, അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ആരുണ്ടോ അവരരികിൽ റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് കിട്ടുന്നതാണ്. റസൂലുള്ള പറഞ്ഞതാണിത്. അതുകൊണ്ട് തന്നെ മദീന മണ്ണിലൊരു ദാരിദ്ര്യം സംഭവിച്ചാൽ അതിനൊക്കെ പരിഹാരം കാണുക മദീനയിലുള്ളവർക്കുള്ള കടമയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന ഈ ദാരിദ്ര്യത്തിന് പരിഹാരം നോക്കുമ്പോൾ അതാ തന്റെ കയ്യിൽ 80 ദീനാറുണ്ട്. പക്ഷേ തന്റേതല്ല, അത് ഉപയോഗിച്ചാൽ അത് വീട്ടാനുള്ള കഴിവുമില്ല. പക്ഷേ ഒരു വാക്ക് അയാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഞാൻ വരുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ഈ ഭീമമായ സംഖ്യ, സഹോദരന്മാരെ, 20 ദീനാറുണ്ടെങ്കിൽ 10 പവനായി 80 ദീനാറുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങൾ അന്യവനെ ഏൽപ്പിച്ചതായി പൈസ നിങ്ങൾക്ക് എടുക്കാമെന്നുള്ള സന്തോഷമുണ്ടായത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുൻകദിർ ഈ 80 ദീനാർ എടുത്ത് മദീനയിലെ വിഷമിക്കുന്നവർക്ക് അങ്ങ് സദഖ ചെയ്തു. 3-4 മാസം കഴിഞ്ഞതിന് ശേഷം വരുമെന്ന് പറഞ്ഞ സഹോദരൻ, യമൻകാരനായ സഹോദരൻ 1 മാസം കഴിയുമ്പോഴേക്കും വരികയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വന്നിട്ട് എന്റെ ഉപ്പയോട് പറയുന്നു, എന്റെ കാശ് തരണം. മുഹമ്മദ് ഇബ്നു മുൻകദിർ ബേജാറായി പോയി. എന്തു ചെയ്യാനാണ്? പരിഹാരമില്ല. മഹാനവറുകൾ അതാ ആ സുഹൃത്തിനോട് പറയുന്നു, തന്ന അമാനത്ത് പൈസയല്ലേ, വരുമ്പോൾ തരാമെന്ന് പറഞ്ഞതല്ലേ, ഞാനങ്ങ് സദഖ ചെയ്തു പോയി. അവരുടെ സമ്മതമുണ്ടെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞല്ലേ തന്നത്. ഇതിന് പരിഹാരമുണ്ടോ? എവിടെ നിന്ന് എടുത്തു കൊടുക്കും? 1 ദീനാർ പോലും കയ്യിലില്ലാത്ത മുഹമ്മദ് തങ്ങൾ അതാ മനവേദനയോടുകൂടെ പറയുന്നു, ഈ നാളെ നിങ്ങൾ വരിക. നാളെ വന്നിട്ട് എന്ത് ചെയ്യാൻ? മുഹമ്മദ് ഇബ്നു മുൻകദിറിന്റെ മകൻ പറയുന്നു, ഉപ്പ അത് പറഞ്ഞുകൊണ്ട് നീങ്ങുന്നത് അവിടെയുള്ള ഒരു പണക്കാരന്റെ അരികിലേക്കല്ല, അവിടെയുള്ള ഒരു പണക്കാരന്റെ അരികിൽ ചെന്ന് സങ്കടം പറയുകയല്ല, നേരെ മറിച്ച് എന്റെ ഉപ്പ നീങ്ങുന്നത് ഇലാ ഹളറത്തി റസൂലുള്ളാഹി തങ്ങളുടെ ഹുജറത്തു ശരീഫ, അവിടുന്ന് കിടക്കുന്ന ഖബർ ഷരീഫിന്റെ അരികിലേക്കാണ് നീങ്ങുന്നത്. മദീന പള്ളിയിൽ പോയവർക്കറിയാം ഹുജറത്തു ശരീഫ അവിടെയുണ്ട്. ആ ഹുജറത്തു ശരീഫ കഴിഞ്ഞാലാണ് റൗള, അത് കഴിഞ്ഞിട്ടാണ് മിമ്പർ ഉള്ളത്. ആ മിമ്പറിന്റെയും ഖബർ ഷരീഫിന്റെയും ഇടക്കാണ് റൗളയുള്ളത്. ആ റൗളയിലേക്കാണ് എന്റെ ഉപ്പ ചെല്ലുന്നത്. റൗളയിൽ ചെന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളൊക്കെ പിരിയുമ്പോൾ ആ വലിയ പണ്ഡിതൻ സ്വഹീഹുൽ ബുഖാരിയിൽ 30ഓളം പ്രാവശ്യം വന്ന, സ്വഹീഹ് മുസ്ലിമിൽ 30-ലേറെ പ്രാവശ്യം വന്ന മഹാനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന ശിർക്ക് നോക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ അതാ ഖബർ ഷരീഫിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഹുജറത്തു ശരീഫയുടെ ഭിത്തിയിൽ താനങ്ങ് ചുണ്ടുവച്ചുരതി കരയുന്നു. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ദൈനി യാ റസൂലല്ലാഹ്, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ. സാലിഹീങ്ങളാരും അതിൽ ശിർക്ക് കണ്ടില്ല. മഹാന്മാരാരും റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നതിൽ ശിർക്ക് പറഞ്ഞിട്ടില്ല. എന്നല്ല ലോകത്ത് സങ്കടം പറയേണ്ടത് നബി തങ്ങളോടാണ്. കൂഫ നാടിൽ നിന്ന് എനിക്കാരുമില്ല നബിയേ എന്ന് 10ഓളം സഹാബികളെ കണ്ട അബൂ ഹനീഫ തങ്ങൾ വിളിച്ചു പറയുന്നു. സാലിഹീങ്ങളൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും റസൂലുള്ളാഹിനെ വിളിച്ചു കരയുന്നു. സ്നേഹമില്ലാത്ത കപടന്മാർ ഇസ്ലാമിലേക്ക് കയറി വന്ന് ആയത്തുകൾ ഹദീസുകളോട് മുത്തുനബിയോട് സങ്കടം പറയാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. എന്നല്ലാതെ ഈമാനുള്ളവന് ആദ്യമായി മനസ്സിൽ വരുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്. ഈമാനുള്ളവന്റെ ആദ്യ സ്നേഹം നബിയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹുജറത്തു ശരീഫ അവിടുന്ന് അതിലങ്ങ് താൻ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ എനിക്ക്, നബിയേ എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ, കടം വീട്ടി തരണമെന്ന് പറയുന്നില്ല, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ.
കുറെ കരഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് നടക്കുന്നു മിമ്പറിന്റെ അരികിലേക്ക്. ജീവനില്ലാത്ത അല്ലാഹുവിന്റെ റസൂലിനെ മറവ് ചെയ്യപ്പെട്ട സാധനമല്ലല്ലോ മിമ്പർ, മറിച്ച് എന്താണ്? റസൂലുള്ളാഹിന്റെ കാല് തട്ടിയ സാധനമാണല്ലോ മിമ്പർ. അതിന് ജീവനുള്ളതിനേക്കാൾ പവറുണ്ട്. അതിനോട് സങ്കടം പറയുന്ന മഹാന്മാരുണ്ടായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, വഹാബികളും ബിദ്അത്തുകാരും വന്ന് നമ്മുടെ ഈമാൻ കവർന്നു കൊണ്ടുപോയി. സുന്നികളുടെ മനസ്സിൽ നിന്ന് വിശ്വാസം മുനാഫിക്കിനെ കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ത്വാലൂത്ത് രാജാവിനിക്ക് ഭരണം നൽകപ്പെട്ടതിന്റെ അടയാളമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിന്റെ സക്കീനത്തുള്ള ആ പെട്ടി നിങ്ങൾക്ക് വരുന്നതാണ്. എന്താ അല്ലാഹുവിന്റെ സക്കീനത്ത്? സക്കീനത്തിന്റെ ഭാഷാർത്ഥം എന്താണ്? സമാധാനം. ജലാലീനി എടുത്തു നോക്ക്, മറ്റ് തഫ്സീറുകൾ എടുത്തു നോക്ക്, എന്താണ് ആ പെട്ടിയിലുണ്ടായത്? എന്താണ് ഒരു മുസ്ലിമിന്റെ സമാധാന സാധനം? അയിമ്മത്ത് എഴുതുന്നു, ആ പെട്ടിയായിരുന്നു ബനൂ ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിരുന്നത് ആ പെട്ടിയായിരുന്നു. പെട്ടി കൊണ്ട് യുദ്ധം വിജയിക്കുകയോ? ഇതല്ലേ ശിർക്ക്? ഇതല്ലേ ശിർക്ക്? അതാ ഒന്നിനും കഴിയാത്ത പെട്ടിയാണോ? അല്ലാമ ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി എഴുതുന്നു, യൽതജിഊന ഇലൈഹി വയസ്കുനൂന ഇലൈഹി. ആ പെട്ടിയിലേക്ക് അവർ ഓടിച്ചെല്ലുന്നതാണ്. ആ പെട്ടിയിൽ അവർ അഭയം തേടുന്നതാണ്. ആ പെട്ടിയോട് അഭയം ചോദിക്കുന്നതാണ്. അമ്പിയാക്കന്മാര് താമസിച്ചിരുന്ന വീടിന്റെ ചിത്രങ്ങളാണ് ആ പെട്ടിയിലുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, വീടിന്റെ ചിത്രങ്ങളാണ് ആ പെട്ടിയിലുള്ളത്. അമ്പിയാക്കന്മാര് താമസിച്ച വീടിന്റെ ചിത്രങ്ങൾക്ക് സക്കീനത്തുണ്ട്. അത് വീട്ടിൽ വെക്കുന്നതിന് സമാധാനമുണ്ട്. അതിലേക്ക് അഭയം തേടുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി സക്കീനത്ത് എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുടെ ചിത്രം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചിത്രം, മമ്പുറം തങ്ങൾ പാപ്പാന്റെ മഖബറയുടെ ചിത്രം, സാലിഹീങ്ങളുടെ വീടിന്റെ ചിത്രം, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങളുടെ ചിത്രം, ഇതൊക്കെ ബറക്കത്തുള്ള സാധനമാണ്. അല്ലാമ സുലൈമാനുൽ ജമൽ തന്റെ ഹാഷിയത്തുൽ ജമലിൽ വിശദീകരിക്കുന്നു, ആ പെട്ടിയുടെ ഉള്ളിലുള്ളത് അമ്പിയാക്കന്മാരുടെ വീടുകളാണ്. ആ വീടുകളിൽ റസൂലുള്ളാഹിന്റെ വീടുണ്ടതിന്റെ കൂട്ടത്തിൽ ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന ചിത്രവുമുണ്ട്. മനുഷ്യ ചിത്രങ്ങൾ വെക്കുന്നത് ബറക്കത്തില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ട് അതങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളത് മുഴുവനും സഹോദരന്മാരെ ബറക്കത്തിന്റെ സാധനങ്ങളാണ്. അതിനോടാണ് സങ്കടം പറഞ്ഞുകൊണ്ട് ചൊല്ലിരുന്നത്. അത് എന്നെ രക്ഷിക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് മുഅ്മിനീങ്ങൾ. അത് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചു. അത് സക്കീനത്തിന്റെ മാർഗമാണ്. റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ സക്കീനത്തിന്റെ സമാധാനത്തിന്റെ സാധനമാണ്. സാലിഹീങ്ങളൊക്കെ ഈ വിശ്വാസക്കാരാണ്. കപടനിക്ക് കപട വിശ്വാസിക്ക് ഇതവന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവന് റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്നവനല്ലേ. അവനെന്ത് പച്ചക്കുബ്ബയാണ്, അവനെന്ത് ഖബർ ശരീഫാണ്. ഇമാം ഫാസി തങ്ങൾ തന്റെ മതാലിഉൽ മസറാത്തിൽ പറയുന്നു, മഹാന്മാരുടെ ഖബറിന്റെ ചിത്രങ്ങൾ അതിനെയൊക്കെ സ്വർണ്ണ കളർ കൊടുത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറടക്കം അതിനെ സ്വർണ്ണ കളർ കൊടുത്ത് അതിനെ നോക്കിയാൽ വലിയ ഫലം ലഭിക്കുന്നതാണ്. അത് നമ്മുടെ വീടുകളിൽ ആദരിച്ചു വെക്കണം. പച്ചക്കുബ്ബയുള്ളതായ മുസല്ലയിൽ കാലുകൊണ്ട് ചവിട്ടരുത്, അതിൽ നമ്മൾ നിസ്കരിക്കരുത്. അതൊക്കെ ബറക്കത്തിന്റെ സാധനങ്ങളാണ്. മഹാനായ മുഹമ്മദ് മുൻകദിർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലി വെച്ചതായ മിമ്പർ, ആ മിമ്പറിൽ ചെന്നുകൊണ്ട് പിടിച്ചു കരയുന്നു, ദൈനി എന്റെ കടം. വലിയൊരു മഹാൻ സഹീഹുൽ ബുഖാരിയിൽ ഒരു മുശ്രിക്ക് വരികയോ, ശിർക്ക് ചെയ്യുന്ന ഒരാൾ സഹീഹുൽ ബുഖാരിയിൽ വരികയോ എങ്കിൽ സഹീഹുൽ ബുഖാരിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ മുഹമ്മദ് മുൻകദിർ റളിയല്ലാഹു അൻഹു ആ ഖബറിൽ അതാ അഭയം തേടുന്നു. അതാ കുറെ അവിടെ കിടന്ന് കരഞ്ഞ്, അവിടെ ചുണ്ടുവെച്ചുരുതി കരഞ്ഞ്, പിന്നീട് ഖബർ ഷരീഫിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ മിനൽ ഖബർ ഇലൽ മിമ്പർ, മിനൽ മിമ്പർ ഇലൽ ഖബർ, മിനൽ ഖബർ ഇലൽ മിമ്പർ, ഇങ്ങനെ ഏകദേശം സുബഹി വരെ ദൈനി യാ റസൂലല്ലാഹ്, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ, എന്റെ കടം നബിയേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
മഹാനായ മുഹമ്മദ് മുങ്കദിർ തങ്ങളുടെ മകൻ പറയുന്നു, എന്റെ ഉപ്പ സുബഹിയോടടുക്കുമ്പോൾ പെട്ടെന്നതാ റസൂലുള്ളാഹിന്റെ റൗളയിൽ നിന്നൊരു ശബ്ദം. എന്താണ് പറയുന്നത്? ദൂനക യാ മുഹമ്മദ്, ദൂനക, പിടിച്ചോ യാ മുഹമ്മദ്, മുഹമ്മദേ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു മഹത്തായ കൈ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുങ്കദിറിന് കൈ കൊടുക്കുന്നു. ആ കയ്യിലൊരു സഞ്ചിയുണ്ട്, ഒരു പണസഞ്ചി. അത് വാങ്ങുന്നു. പിന്നെ കൈ കാണുന്നില്ല. എന്താണ് ആ പണസഞ്ചിയിലുള്ളത്? 80 ദീനാറാ, 80 ദീനാറ്. തന്റെ വിഷമം എത്രയാണോ അത് മുഴുവനും, ആ കാശ് മുഴുവനും വെച്ചുകൊണ്ട് മുസ്തഫ നബി അങ്ങ് നൽകുന്നു. എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. അബുൽ ഖൈർ അഖ്തഈ തങ്ങൾ, ഇമാം ഷഅറാനി അവിടുത്തെ തബഖാത്തുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു. അബുൽ ഖൈർ അഖ്തഈ തങ്ങൾ പറയുന്നു, ഞാൻ മദീനയിൽ ചെന്നു. അതാ 5ഓളം ദിവസം ഭക്ഷണം കഴിക്കാതെ, ആരോടും പറയാതെ പച്ചവെള്ളം കുടിച്ചു ജീവിച്ചു. 5 ദിവസമാകുമ്പോൾ വിഷമിക്കുന്ന എനിക്ക് ആരോട് പറയും? എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല വിശപ്പ്. ഞാൻ വിചാരിച്ചു റസൂലുള്ളാഹിനോടങ്ങ് പറയാം. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി ലൈഫുകൽ ലൈല, ഞാൻ തങ്ങളുടെ ലൈഫാണ്, അതിഥിയാണ്, എന്നെ തങ്ങൾ സൽക്കരിക്കണം. റസൂലുള്ളാഹിനോട് അതാ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടുത്തെ അതിഥിയാണെന്ന് പറഞ്ഞ് കരഞ്ഞ മഹാന്മാരില്ലേ? തൊട്ട് മുമ്പ് വാസി ഉസ്താദ് പറഞ്ഞില്ലേ, ഇന്നി നസീലുക വന്നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഗ്തദി. നബിയേ, ഞാൻ അവിടുത്തെ അതിഥിയാണ്. മഖ്ദൂം തങ്ങൾ പൊന്നാലിയിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. ഞാൻ അവിടുത്തെ അതിഥിയാണ്, ഞാൻ എന്നെ അതിഥിയായി സ്വീകരിക്കണം. തങ്ങളരികിൽ അതിഥിയായി വന്നവൻ അവന്റെ രാത്രിയിൽ നിന്ന് തങ്ങളരികിലാണെങ്കിൽ നേരം വെളുത്തു പോകുമ്പോൾ ബികുല്ലി ഖൈരിൻ, അവന് ലക്ഷ്യം വെച്ചത് മുഴുവനും കിട്ടിയല്ലേ പോകുള്ളൂ നബിയേ. ഇങ്ങനെയാണ് സ്വാലിഹീങ്ങൾ അവരവരുടെ വീടുകളുടെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞ് കിടന്നിറങ്ങുന്നവരായിരുന്നു. ഈ സ്വഭാവം എന്നാണോ നമുക്ക് തിരിച്ചു വരുന്നത്? അന്ന് മുതൽ നമ്മൾ നന്നാകുന്നതാണ്. നമ്മുടെ മനസ്സിന് സമാധാനമുണ്ട്, നമ്മുടെ ആത്മീയ വിജയത്തിന് കാരണമാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖൈർ ഒരു വലിയ സൂഫിയായിരുന്നു. മഹാനവർ റസൂലുള്ളാഹിനോട് പോയിട്ട് പറയുന്നു, നബിയേ, ഇന്നി ലൈഫുകൽ ലൈല, ഇന്ന് രാത്രിയിൽ എനിക്ക് എന്തെങ്കിലും തരണം നബിയേ, ഞാൻ വിഷമിച്ചിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. ഇത് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബുൽ ഖൈർ തങ്ങൾ അതാ മദീന പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളെ കാണുന്നു. എന്റെ അരികിലേക്ക് വരുന്നു. ഫഖുംതു വഖബ്ബൽതു ബൈന ഐനൈഹി, ഞാൻ എഴുന്നേറ്റ് അവിടുത്തെ ചുംബനമർപ്പിച്ചു. അത് അപ്പോൾ ഫഅതാനി റഗീഫ ഫഅകൽതു നിസ്ഫ വവളഅതു നിസ്ഫ الآخر عندي. റസൂലുള്ളാഹി അവിടുത്തെ കൈകൊണ്ട് എനിക്കൊരു റൊട്ടി തരുന്നു. ഞാൻ അതിന്റെ പകുതി ഭക്ഷിക്കുന്നു. അതോടുകൂടി എന്റെ വിശപ്പടങ്ങിയതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. മറ്റേ പകുതി അവിടെ വെച്ച് ഞാൻ ഉണരുമ്പോൾ ഫന്നിസ്ഫുൽ ആഖിറു ഇൻദി, മറ്റേ പകുതി എന്റെ അരികിലിരിക്കുന്നു. സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മദീനയിൽ വന്ന് വിശന്നവന്റെ വിശപ്പടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇമാം ത്വബറാനി തങ്ങൾ, അബുശൈഖ് തങ്ങൾ, ഇമാം മുഖർരി തങ്ങൾ, 3 പേരും വലിയ പണ്ഡിതന്മാരാണ്, ഹദീസ് പണ്ഡിതന്മാരാണ്. ത്വബറാനി എന്നൊക്കെ പറഞ്ഞാൽ നാം ബുഖാരി മുസ്ലിം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഹദീസ് പണ്ഡിതനാണ്. വലിയ ഗ്രന്ഥം രചിച്ചവരാണ്. മുഅ്ജമുൽ കബീർ, മുഅ്ജമുൽ ഔസത്ത്, മുഅ്ജമുൽ സഗീർ എന്ന ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച, ബാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇമാം ത്വബറാനി അടങ്ങുന്ന 3 സംഘം മദീനയിലെത്തുന്ന പണ്ഡിതന്മാരാണ്. അതാ കയ്യിൽ കാശില്ല, വിശപ്പ് വരുന്നു, ചോദിക്കാൻ മടി. അവര് 3 പേരും കൂടെ അവിടെ 4-5 ദിവസം തിന്നു. പക്ഷേ ഭക്ഷണമില്ല. ഇനി എന്ത് ചെയ്യും? നബിയോട് ചെന്ന് പറയാം. അപ്പൊ ഓരോരുത്തർ എങ്ങനെ നബിയോട് ചെന്ന് പറയാം? വിശപ്പോടുകൂടെ എത്ര ദിവസമാണ് നബി തങ്ങൾ ഇവിടെ ജീവിച്ച് നമ്മൾ ചെന്ന് പറയുമ്പോ മോശമല്ലേ?